അട്ടപ്പാടിയിൽ കാണാതായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹം കണ്ടെത്തി. പോലീസ് ഉദ്യോഗസ്ഥരായ മുരുകൻ, കാക്കൻ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 4 ദിവസം മുൻപ് ഊരിലേക്ക് പോയതായിരുന്നു ഇരുവരും. പുതൂർ പോലീസ് സ്റ്റേഷനിലെ CPO ആണ് കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട മുരുകൻ. ഇദ്ദേഹവും സുഹൃത്ത് കാക്കനും കൂടി ഊരിലേക്ക് പോവുകയായിരുന്നു. മേലെ ബൂത്തിയാർ വഴിയാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. പുഴ മുറിച്ചു കടന്നു വേണമായിരുന്നു വീട്ടിലേക്ക് പോവാൻ. 3 ദിവസത്തെ അവധിക്കാണ് മുരുകൻ വീട്ടിലേക്ക് പോയത്. 4-ാം ദിവസമായിട്ടും മുരുകനെ കാണാതായതോടെയാണ് പോലീസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചത്. ഊരിൽ കൃത്യമായ മൊബൈൽ നെറ്റ്വർക്കില്ല. അതുകൊണ്ട് തന്നെ മുരുകൻ വീട്ടിലെത്തിയോ എന്ന് പോലീസിന് അറിയില്ലായിരുന്നു. തുടർന്നാണ് ഇവർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടത്. വനംവകുപ്പും പോലീസും നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് 2 ഭാഗങ്ങളിൽ നിന്നായി ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒരാളുടെ മൃതദേഹം ചെമ്പവട്ടക്കാടിൽ നിന്നും അടുത്തയാളുടെ മൃതദേഹം സ്വർണ്ണഗതിയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അട്ടപ്പാടിയിൽ കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ പരകാർപ്പുഴ കരകവിഞ്ഞ് ഒഴുകുകയായിരുന്നു. ഈ പുഴയിൽപ്പെട്ടായിരിക്കും ഇവരുടെ മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇടവാണിയൂരിലേക്ക് സുരക്ഷിതമായ പാലം വേണമെന്നത് ഊരുനിവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. പുഴ പലതവണ മുറിച്ചുകടന്നും കൊടും വനത്തിലൂടെ നടന്നുമാണ് ഊരുനിവാസികൾ പുറംലോകത്തെത്തുന്നത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഊരുനിവാസികളുടെ ആവശ്യത്തോട് നിരന്തരം മുഖം തിരിക്കുന്നതിൽ ഊരുനിവാസികൾക്ക് പ്രതിഷേധമുണ്ട്. ഇതിനിടെയാണ് ഊരുനിവാസികളായ യുവാക്കളെ കാണാതാവുന്നതും 4 ദിവസത്തിന് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. ഇതോടെ ഊരുനിവാസികളുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകൾ രോഷാകുലരായി. മെമ്പർമാർ വരണം, പ്രസിഡന്റ് വരണം, ബ്ലോക്ക് ത്രിതല പഞ്ചായത്ത് തെണ്ടുകാലിലെ ആൾക്കാർ വരണം, MLA വരണം, MP കളക്ടർ വരണം, എന്നിട്ടുള്ള ഞാൻ ബോഡി കൊണ്ടുവന്നുള്ളൂ. സ്ഥലം MLAയും കളക്ടറും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെ ഊരിലെത്തി പാലം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. UTV ന്യൂസ് അട്ടപ്പാടി.